إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിലൊക്കെ കാത്തു സൂക്ഷിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ അഥവാ മുത്തഖീങ്ങളായി ജീവിക്കാൻ എല്ലാവരും പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം ഉൾക്കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വലിയൊരു അനുഗ്രഹമാണ് ഒരിക്കൽ കൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നത്. നാം നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് നമ്മളോടൊപ്പം റമദാനിലുണ്ടായിരുന്ന പല സഹോദരങ്ങളും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി നമ്മോടൊപ്പം ഇന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷത്തോടെ നോമ്പെടുത്തിരുന്ന പല സഹോദരങ്ങളും രോഗാതുരമായ അവസ്ഥയിൽ പള്ളിയിൽ വരാൻ കഴിയാതെ നോമ്പെടുക്കാൻ കഴിയാതെയുള്ള ധാരാളം ആളുകളും നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ശിഫ നൽകുകയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുടെ ഖബറിടം വിശാലമാക്കി അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
കഴിഞ്ഞ 3-4 ആഴ്ചകളായി നാം ചർച്ച ചെയ്ത് വരികയാണ്. റമളാനിന്റെ പ്രാധാന്യവും റമളാനിന്റെ സവിശേഷമായ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമിലെ മറ്റൊരു ആരാധനയായ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മുന്നേ കുറെ ആഴ്ചകൾ നാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത് പറയാനുള്ള ഒരു കാരണം, നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഈ മഹല്ലിലൊക്കെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മുന്നൊരുക്കം നടത്തുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് റമളാനിലാണ്. റമളാനിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മഹല്ലിലും സക്കാത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനം നടക്കുകയും, അതുകൊണ്ടാണ് ഇന്ന് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് സക്കാത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഇസ്ലാമിലെ നമസ്കാരം കഴിഞ്ഞാൽ ഒരു വേള നമസ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് സക്കാത്ത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്തൊക്കെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ സംബന്ധിച്ചുള്ള ചിന്തയും പഠനവും സത്യവിശ്വാസികൾക്ക് അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ പുതിയ ഒരു കാലഘട്ടത്തിൽ നമസ്കാരം പോലെ, നോമ്പ് പോലെ സക്കാത്തിനെ സംബന്ധിച്ചുള്ള പഠനവും ചിന്തയും വളരെ പരിമിതപ്പെട്ടു വരുന്നത് നാം കാണുന്നു. നമുക്ക് നമസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും ഇപ്പോൾ ഏറെക്കുറെ അറിയാം. എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്, എത്രയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, നമസ്കാരത്തിന്റെ ഫർളുകൾ എന്തൊക്കെയാണ്, ഷർത്തുകൾ എന്തൊക്കെയാണ്, സുന്നത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഏറെക്കുറെ നമുക്കറിയാം. വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട വിഷയവും നോമ്പ്, അതിന്റെ നിബന്ധനകൾ, ഷർത്തുകൾ, അത് ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്പോഴാ സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാ കൊടുക്കേണ്ടത്, എങ്ങനെയാ കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രാഥമികമായ പഠനം പോലും വളരെ പരിമിതമായ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞതുപോലെ റമളാനിന്റെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിലുള്ള ഒരു ഖുത്ബയിൽ മാത്രം സക്കാത്തുമായി ബന്ധപ്പെട്ട പഠനം നമ്മിൽ പോലും ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇസ്ലാം പഞ്ചസ്തംഭങ്ങളിൽ സ്ഥാപിതമാണ്. 5 തൂണുകൾ എന്ന് നമുക്ക് പറയാം. അതിലൊരു തൂണ് പോയാൽ അത് ഇടിഞ്ഞു പോകും. ആ പഞ്ചസ്തംഭങ്ങളില് മൂന്നാമതായി എണ്ണിയത് ഒന്ന് ഷഹാദത്താണെങ്കിൽ, 2 നമസ്കാരമാണെങ്കിൽ, മൂന്നാമതായി എണ്ണിയത് സൗമാണ്, സക്കാത്താണ്, 4-മതാണ് സൗമ്, 5-മതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് പോലെ, നോമ്പിനെ സംബന്ധിച്ച് പഠിക്കുന്നത് പോലെ, നമസ്കാരം നിർവഹിക്കുന്നത് പോലെ, നോമ്പിൽ നാം കാണിക്കുന്ന ശുഷ്കാന്തി പോലെ സക്കാത്തിന്റെ വിഷയത്തിലും സത്യവിശ്വാസികൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന മറ്റൊരു വിഷയം, നമസ്കാരത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകൾ, അവർക്കൊക്കെ ഒരു വേള നമസ്കാര തഴമ്പുകൾ കാണാം. ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ അവര്
വളരെ കൃത്യമായി പങ്കെടുക്കുന്നത് കാണാം. ഒരുപോലെ രാത്രി നമസ്കാരങ്ങൾ അവർ നിർവഹിക്കും. സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ശുഷ്കാന്തി കാണിക്കും. പക്ഷെ അത്തരം നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കുന്നതിൽ അലംഭാവം കാണിക്കും. അത് നമുക്ക് ധാരാളമായി ആളുകളുടെ ഇടയിൽ കാണാം, വിശ്വാസികളുടെ ഇടയിൽ കാണാം. അത് വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അയാൾക്ക് ഒരു വലിയ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു പരാമർശമുണ്ട്. വല്ലാഹി ലൗ ഖാതലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത് ഫഇന്ന സകാത്ത ഹഖുൽ മാൽ. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സക്കാത്ത് കൊടുക്കുവാൻ വിമുഖത കാണിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള ആളുകൾ ഇത് നിഷേധിക്കുക തന്നെ ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖുൽ അക്ബർ എന്ന പേര് കൊടുത്ത ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ലൗ ഖാതലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. അല്ലാഹുവാണ് നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വ്യത്യാസം കാണിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്, അവരെ കൊന്നുകളയുന്നതാണ് എന്നർത്ഥം. നമസ്കാരത്തിന് പറയുകയാണെങ്കിൽ നമസ്കരിക്കുകയൊക്കെ ചെയ്യാം. സക്കാത്ത് എത്തുമ്പോൾ അതിനെ കുറിച്ച് പുറകോട്ടാ. സമ്പത്തിന്റെ കടമയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ കടമ നിർവഹിക്കണം. എന്നിട്ട് അതൊന്നുകൂടി ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മന്നില്ലാ. അല്ലാഹുവാണ് സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്തു, അതെനിക്ക് നിങ്ങൾ തരാതിരിക്കുകയാണെങ്കിൽ അതൊരു ആട്ടിൻകുട്ടിയെ പോലെ, ഓരോരോ ഹദീസിൽ ഒരു കയറിന്റെ കഷ്ടമാണെന്ന് വെറുതെ പറയുന്നത്, അത് നിങ്ങൾ തടയുകയാണെങ്കിൽ ലഖാതൽതുഹും അലാ മന്നില്ലാ, അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവന് വെറുതെ വിടില്ല എന്നാണ്, അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളങ്ങനെ നിസ്സാരമായി തള്ളേണ്ടതല്ല. നമസ്കാരം പോലെ തന്നെ അതിന്റെ ഗൗരവം കാണും. വൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീകൾക്ക് നാശം, അങ്ങനെയാണ് അല്ലാഹു പരാമർശിച്ചത്. എന്നിട്ട് അവിടെ പറഞ്ഞത് ലാ യുഅ്തൂന സകാത്ത അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് കൊടുക്കാത്തവരാണ്. മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായിട്ടാണ് സക്കാത്ത് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്. വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തെ അവർ നിഷേധിച്ചു കളയുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ആ ഒരു പരാമർശം നിങ്ങളൊന്ന് ഗൗരവത്തോടുകൂടി കാണണം. അല്ലാഹു മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തിന്റെ കൂട്ടത്തിലാണ് അത് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ ചർച്ച ചെയ്താണ് ഇതിന്റെ മുമ്പ്. അതുകൊണ്ട് അതിന്റെ വലിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ഖുതുബയിൽ അത് തീർക്കാൻ കഴിയുന്നതുമല്ല. സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഒന്ന്, സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടത് ആരൊക്കെയാ? ഞാൻ സക്കാത്ത് കൊടുക്കണോ? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചോ? നമ്മൾ ഓരോരുത്തരും അത് പരിശോധിക്കണ്ടേ? ഞാൻ നമസ്കരിക്കണോ? ഞാൻ നോമ്പെടുക്കണോ? അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സക്കാത്ത് കൊടുക്കണമോ? എനിക്ക് അതിന്റെ ബാധ്യതയുണ്ടോ? നാം അതൊന്ന് പരിശോധിച്ചോ? നാം അത് പഠിച്ചോ? ഒന്നാമതാണ് ചിന്ത. രണ്ടാമത്തത്, സാമ്പത്തികമായ മേഖലയിൽ വൈവിധ്യങ്ങൾ, വിവിധങ്ങളായ സാമ്പത്തിക സ്രോതസ്സുകൾ, വരുമാനങ്ങൾ, മാർഗങ്ങളൊക്കെ.
നമ്മൾ എന്തിനൊക്കെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? മൂന്നാമതായി എപ്പോഴായി സക്കാത്ത് കൊടുക്കേണ്ടത്? നാലാമതായി എത്രയാ കൊടുക്കേണ്ടത്? ഇതിന്റെ പ്രാഥമികമായ പാഠങ്ങളാണ്. ഒന്നാമതായി ഞാൻ അതിന് ബാധ്യതപ്പെട്ടവനാണോ? അങ്ങനെ ബാധ്യതപ്പെട്ടവനാണെങ്കിൽ എനിക്ക് എന്തൊക്കെയാണുള്ളത്? എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, പലതുമുണ്ട്. പക്ഷെ ഞാൻ എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അത് തന്നെ ഞാൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഞാൻ ഇങ്ങനെ കൊടുക്കണോ? അത് എത്രയാ കൊടുക്കേണ്ടത്? തീർത്തും കൊടുക്കണോ? ഈ പ്രാഥമികമായ കാര്യങ്ങളുടെ പഠനം അനിവാര്യമാണ് സത്യവിശ്വാസികൾക്ക്. സമൂഹത്തിലൊരു ധാരണ, വലിയ സമ്പന്നന്മാരായി ഗണിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്, അവർ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു നല്ല പരിശോധന നടത്തിയാൽ ഒരു മഹല്ലിലെ, നമ്മുടെ ഈ മഹല്ലിലെ ഒരുവേള നല്ലൊരു ശതമാനം ആളുകളും സക്കാത്ത് കൊടുക്കുവാൻ ഉത്തരവാദപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരായിരിക്കും. ഒരു പരിശോധന നമ്മൾ നടത്തി നോക്കിയാൽ മതി. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യന്റെ വരുമാനം, അവൻ ആവശ്യമായി വരുന്ന അടിസ്ഥാന ചെലവുകൾ കഴിച്ച് 200 ദിർഹം വെള്ളിയുടെ സമാനമായ സമ്പത്ത് പൈസ അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം എന്നാണ്. നമുക്കൊക്കെ അറിയാം നമ്മൾ കൊടുക്കണോ വേണ്ടിയോ. 200 ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ 590 ഗ്രാം വെള്ളിയാണ്. എന്റെ ജീവിതത്തിന്റെ വരുമാനത്തിൽ അതെന്തൊക്കെയാന്ന് ഞാൻ പറയാം. ആ വരുമാനത്തില് എന്റെ അടിസ്ഥാന ചെലവുകളൊക്കെ കഴിച്ച് 590 ഗ്രാം വെള്ളിയുടെ പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ, ആസ്തി ഉണ്ടെങ്കിൽ, കച്ചവട ചരക്കുണ്ടെങ്കിൽ, അതുപോലെയുള്ള നമ്മുടെ വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അവൻ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പോഴാണ് അവൻ സക്കാത്തിന്റെ നിസ്വാബ് നിസ്വാബ് എന്നാണ് അതിന് സാങ്കേതികമായി പറയുക. ഞാൻ കുറച്ചുകൂടി നമ്മുടെ നാട്ടിന്റെ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാം. ഇന്ന് 1 കിലോ വെള്ളിയുടെ വില 2,70,000 രൂപയാണ്. ഇന്നത്തെ റേറ്റാ പറയുന്നത്. ഇന്നാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിൽ എത്രയാ കൊടുക്കേണ്ടത്? എത്രയുണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത്? 2,70,000 രൂപ 1 കിലോ വെള്ളിക്ക് വരുമ്പോൾ 590 ഗ്രാം വെള്ളിക്ക് 1,59,300 രൂപ. ഇന്നത്തെ മാർക്കറ്റ് വിലയാണ് പറയുന്നത്. 1,59,300 രൂപയാണ് ഇന്ന് സക്കാത്തിന്റെ നിസാബ്. അടിസ്ഥാന ചെലവ് കഴിച്ച് എന്നാണല്ലോ പറഞ്ഞത്. ഒരു മനുഷ്യന് മാസത്തിൽ 40,000 രൂപ വരെ വരുമാനമുണ്ട്. ശമ്പള ഇനത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ വാടക ഒക്കെ ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ അയാൾക്കുള്ള വരുമാനം 4,80,000 രൂപയാണ്. ഒരു മാസത്തിൽ 40,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അയാൾക്കൊരു കൊല്ലത്തിൽ 4,80,000 രൂപ ഉണ്ടാകും. അയാളുടെ ചെലവുകളൊന്ന് നോക്കുക. ഒരു മാസത്തിൽ ഏവറേജ് 25,000 രൂപ അയാൾക്ക് ചെലവ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 3 ലക്ഷം രൂപ ഇയർലി, വർഷം അവന് ചെലവ് വരുന്നുണ്ട്. അപ്പൊ 4,80,000 രൂപ ഒരു വർഷത്തിൽ വരുമാനമുള്ള മനുഷ്യന് 3 ലക്ഷം രൂപ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ചെലവ് കഴിച്ചാൽ ബാക്കി 1,80,000 രൂപ അവന്റെ കയ്യിലുണ്ടാകും. അപ്പോൾ എന്തായി? നിസാബെത്രയാ? 1,59,300 ഇന്നത്തെ നിസാബ്. അവന്റെ കയ്യിൽ എത്ര ബാക്കിയുണ്ട്? 1,80,000 രൂപയുണ്ട്. അപ്പോൾ ആ 1,80,000 രൂപയുടെ 2.5% 4,500 രൂപ അവൻ വർഷം പൂർത്തിയാകുമ്പോൾ അങ്ങ് കൊടുക്കണം. പാവപ്പെട്ടവന് കൊടുക്കണം. മനസ്സിലായോ? ഇത് പിടിച്ചു വെക്കണം. ഇത് പിടിച്ചു വെച്ചാൽ പാവപ്പെട്ടവന്റെ മറ്റൊരുത്തന്റെ മുതല് നമ്മുടെ കയ്യിലായി നമ്മൾ പിടിച്ചെടുക്കും പോലെയാ.
അപ്പൊ അതും കഴിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. നാട്ടിലെ പാവപ്പെട്ട അവകാശമാണത്, അത് ഔദാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ആയോധന മേഖലയിൽ സംവിധാനിച്ച ഒരുപാട് രൂപങ്ങൾക്ക് ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. ഞാൻ കഴിഞ്ഞ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കാൻ കഴിയാത്ത, വരുമാനമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് ജീവിക്കണം, അവർക്കുള്ള അവകാശമാണ്. 1,59,300 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% 3,982 രൂപ 5 പൈസ അവരുടെ അവകാശമാണ്. അത് നിങ്ങൾ പിടിച്ചു വെച്ചാൽ നിങ്ങൾ ഹറാമാണ് ഭക്ഷിക്കുന്നത്. ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇനി നമ്മളിവിടെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന ചെലവാ പ്രശ്നം. അവിടെയാണ് നമ്മൾ വല്ലാത്ത പ്രശ്നമാക്കുക. അടിസ്ഥാന ചെലവ് എന്തൊക്കെയാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ സദഖത ഇല്ലാ ലിൽ മിച്ചം വന്നതിനല്ലാതെ സക്കാത്തില്ല. മിച്ചമുള്ളതിനാ സക്കാത്ത് കൊടുക്കുന്നത്. ഖുർആൻ പറയുന്നത് എങ്ങനെയാ? വയസ്അലൂനക മാദാ യുൻഫിഖൂന ഖുലിൽ അഫൂ. റസൂലേ, ചെലവഴിക്കേണ്ടത് എന്താണ് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, മിച്ചമുള്ളതിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്. മിച്ചമുള്ളതിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്. നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണി കിടത്തി സക്കാത്ത് കൊടുക്കേണ്ടതാണ്. നമ്മളുടെ ഭാര്യയുടെയും മക്കളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ, അവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെയും അയാളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞു വരുന്ന അവരുടെ ഭാര്യ, സന്തതികൾ, അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളില്ലാത്ത അവരുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വേലക്കാർ തുടങ്ങിയ ആശ്രിതന്മാരുടെയും അടിസ്ഥാനപരമായ ചെലവുകൾ. എന്തൊക്കെ ചെലവ് വരും? ഭക്ഷണം, വസ്ത്രം, ചികിത്സ, കുട്ടികളുടെയും മറ്റും വിദ്യാഭ്യാസം, സ്വന്തം വീടില്ലെങ്കിൽ വീട്ടുവാടക, വീടിന് വർഷം തോറും വരുന്ന അറ്റകുറ്റപ്പണികൾ, ഒരു പെയിന്റ് അടിക്കലൊക്കെ നടക്കുമല്ലോ, അത്യാവശ്യ വീട്ടുപകരണങ്ങൾ, വെള്ളം, വെളിച്ചം, പാചകവാതകം, വിറക്, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനം, അതിന്റെ ചെലവ്, അനിവാര്യമായ പത്രമാസികകൾ, ആവശ്യമുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, വീട്ടാവശ്യത്തിനുള്ള വളർത്തുജീവികൾ, ഗവൺമെന്റ് നികുതികൾ, ഇതൊക്കെ നമ്മളെ അടിസ്ഥാന ചെലവാണ്. സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആരും പേടിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാ ചെയ്യാന്ന്, ഇതൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ മതി. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇതൊക്കെ. ഈ ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവന്റെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 1,59,300 രൂപ കൈവശമുണ്ടെങ്കിൽ അതിന്റെ 2.5% അവൻ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇസ്ലാം പറ്റൂല. അടിസ്ഥാന ചെലവ് എന്ന് പറഞ്ഞിട്ട് ചെലവ് വർദ്ധിപ്പിക്കുന്ന എല്ലാ സുഖവും എല്ലാ സൗകര്യവും ഉണ്ടല്ലോ, അല്ലെ? എല്ലാ കാര്യത്തിലും നമുക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാം. അത് ഇസ്ലാമാ. ഇസ്ലാമിന് ശിക്ഷയുണ്ട്, അത് വേറെ വിഷയം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന ചെലവുകൾ കഴിച്ച് ആ മിച്ചമുള്ളതിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെ പറയാനേ ഇപ്പോൾ കഴിയും. മറ്റൊക്കെ നിങ്ങൾ സക്കാത്തിന്റെ ക്ലാസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് പഠിച്ച് ശ്രദ്ധിക്കുക. എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കുന്ന, ഇത് ഒരുപാട് സംശയമുള്ള കാര്യം. നമ്മുടെ ധാരണ, ഒരു വലിയ കൃഷിക്കാരൻ, പണ്ടൊക്കെ നെല്ലിനെ കൃഷി ഉണ്ടായുള്ളൂ, സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുന്നുള്ളൂ, നെല്ലിന്റെ സായിന്റെ കണക്ക് മാത്രമേ പറയൂ. അങ്ങനെയല്ല. യഥാർത്ഥത്തില് നമ്മുടെ തെങ്ങിൻ തോപ്പ്, തേങ്ങ, അതിന് സക്കാത്ത് കൊടുക്കില്ലല്ലോ. അതുപോലെ തന്നെ റബ്ബർ തോട്ടമുണ്ടെങ്കിൽ, കുരുമുളക് തോട്ടമുണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ഇന്ന് വലിയ വരുമാനമാർക്കാം. വ്യവസായം, ഗൾഫ് മേഖലകളിൽ നോക്കും വരുന്ന വരുമാനം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും,
നിങ്ങൾ സമ്പാദിച്ച വിഭവങ്ങളിൽ ഏറ്റവും നല്ലതിന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന്, നിങ്ങൾ സമ്പാദിക്കുന്ന കുറേ വരുമാന മാർഗങ്ങളില്ലേ, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കണം. അതെന്തായാലും വരുമാനമായി നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ പല രൂപത്തിലുമുള്ള ചോളം അല്ലെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അങ്ങനെ ഒരു കൃഷി ചെയ്യുന്നു, ഇഞ്ചി കൃഷി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് പോയി. ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നോ നിങ്ങൾ അതിന്റെ വരുമാനത്തിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അത് ചുരുക്കി പറഞ്ഞാൽ അനുവദനീയമായ മാർഗത്തിലൂടെ നാം സമ്പാദിക്കുന്ന, നമ്മൾക്ക് വരുമാനമായി ലഭിക്കുന്ന മുഴുവൻ സമ്പത്തിനും സക്കാത്ത് നമ്മൾ കൊടുക്കണം. കൃഷി, കച്ചവടം, വ്യവസായം, ഉദ്യോഗം, തൊഴിൽ, കെട്ടിട വാടക, വാഹന വാടക, ആട്, മാട്, ഒട്ടകം, കോഴി, താറാവ്, മത്സ്യം, വരുമാനമുള്ള മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കമ്പ്യൂട്ടർ സെന്ററുകൾ, സർവീസ് സെന്ററുകൾ, റിയൽ എസ്റ്റേറ്റുകൾ, പ്രവാസി വരുമാനങ്ങൾ തുടങ്ങി നമുക്ക് പല രൂപത്തിലുമുള്ള വരുമാനങ്ങൾ ഇങ്ങനെ വരുന്നില്ലേ. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, കൃഷിയിടം എല്ലാം അതിന്റെ വരികയാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട് വളരെ സംക്ഷിപ്തമായ പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി എങ്ങനെ കൊടുക്കണം? സക്കാത്ത് കൊടുക്കേണ്ടത് സംഘടിതമായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയച്ചു. യമനിലെ ഗവർണറായി നിശ്ചയിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് കുറെ ഉപദേശങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാസ മുആദൻ ഇലാ യമൻ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ അവരോട് പറയണം. അത് കഴിഞ്ഞാൽ അവരോട് നമസ്കരിക്കാൻ പറയണം. അങ്ങനെ അതൊക്കെ അവരനുസരിച്ച് കഴിഞ്ഞാൽ നീ അവരെ അറിയിക്കണം. അതൊക്കെ നിങ്ങൾ അവരോട് പറയണം. നീ അവരോട് പറയണം, നീ പോകുന്ന നാട്ടിലുള്ള ആ ആളുകൾ വിശ്വാസികളായി കഴിഞ്ഞാൽ, അവർ നമസ്കാരം നിർവഹിക്കുന്നവരായി കഴിഞ്ഞാൽ അവരോട് നീ പറയണം, അവരുടെ അവരുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് അവർ അറിയിക്കണം. എന്നിട്ട് അവരുടെ ധൈര്യത്തിൽ നിന്ന് നീ അത് പിരിച്ചെടുക്കണം. എന്നിട്ട് അവരുടെ ദരിദ്രന്മാരിലേക്ക് നീ അത് വിതരണം ചെയ്യും വേണം. അപ്പൊ എന്താ സക്കാത്ത്? നമ്മൾ ഇന്നീ കാണുന്ന സക്കാത്താണോ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ വലിയ സമ്പന്നന്മാരുടെ വീട്ടിന്റെ മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പൈസ വാങ്ങുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ കാണുമ്പോൾ ഒരു 50 ഉറുപ്പ്യ എടുത്ത് കൊടുക്കുന്നത്, ഒരു 100 ഉറുപ്പ്യ എടുത്ത് ഓന് കൊടുക്കുന്നത് അല്ലെ, എന്നിട്ട് ഓനോട് പിറ്റേന്ന് ഇനി മീനം കൊടുക്കുന്നു പറയുന്നത്, ഇത് സക്കാത്തൊന്നുമല്ല. സക്കാത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ സമ്പന്നന്മാരിൽ നിന്ന് ശേഖരിക്കണം, അവരുടെ ദരിദ്രരായ ആളുകൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ കുറെ വിഷയമുണ്ട്. എന്തെല്ലാം വിഷയം? ഒന്ന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കും. സക്കാത്തുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ഖുതുബയിൽ നമ്മളത് പറഞ്ഞില്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ നാടുകളുടെയും സമൂഹത്തിന്റെയും സംഭവങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്, താൽക്കാലിക പ്രശ്നങ്ങളും പരിഹരിക്കും. ഒരു നാട്ടിൽ കടം പിടിച്ചു വരുത്തണം, ആ കടം ബാധിക്കാൻ ആത്മഹത്യയാണല്ലോ അല്ലെ. കൃഷിനഷ്ടം വന്നുപോയി, ലോണെത്തിട്ടാണെങ്കിലും വലിയ അർത്ഥത്തിൽ വന്നുപോയി, പൊന്ന മരിച്ചു വിട്ടെന്നോ ആത്മഹത്യ ചെയ്തെന്നോ അല്ല. ഇസ്ലാമിക സമൂഹം അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആ കടക്കാർ ആരിമീൻ ആർക്കാ സക്കാത്ത് കൊടുക്കുന്നത്? والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم.
സക്കാത്ത് കൊടുക്കേണ്ടത് ഫക്കീറന്മാർ, മസാക്കീൻ, മിസ്കീന്മാർ, സാധുജനങ്ങൾ. ഒരു ദിവസം 5000 രൂപ വരവുണ്ട്, പക്ഷെ വലിയ കുടുംബ രോഗ ചികിത്സ ഉണ്ട്, 1300 രൂപ ചെലവ് വരും. എന്താക്കും ബാക്കി? അതാ മിസ്കീൻ. ഒരു മാസത്തില് 35,000 രൂപ വരുമാനമുണ്ട്, പക്ഷെ അവന്റെ ചെലവ് 45,000. അനിവാര്യമായ ചെലവാണ്. അത് ഫക്കീറ, മിസ്കീന. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ. അതാ ഞാൻ പറഞ്ഞത്. അവരുടെ ഹൃദയം കൂട്ടിയോജിക്കപ്പെട്ടവർ, അടിമമോചനം, കടം പിടിച്ചവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, വഴിയാത്രക്കാർ, വയ്യോലങ്ങാടിയിൽ വന്ന് കൊള്ളയടിക്കപ്പെട്ടു പോയി. നാട്ടിൽ പോകാൻ സക്കാത്ത് ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കണം. നാട്ടിലെ കോടീശ്വരനാണെങ്കിലും വഴിയാത്രക്കാർ. അത് സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത്തരം ആളുകളൊക്കെ പരിഗണിക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുന്നു. താൽക്കാലിക പ്രശ്നങ്ങൾക്ക് കടം പോലെയുള്ള യാത്ര പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. കൊടുക്കുന്നവന് ഔന്നത്യബോധവും വാങ്ങുന്നവന് അധമത്വ ചിന്തയും ഉണ്ടാകുന്നില്ല. ഞാൻ കൊടുക്കുന്നവൻ ഞാനിത് വാങ്ങണ്ടോ? അല്ലേ? അങ്ങനെ ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ വെച്ച നീതിത്വം ഇല്ല. അതാണ് സമ്പത്ത് സംഘടിതമായി കൊടുക്കുന്നതിന്റെ മെറിറ്റ്, അതിന്റെ ഗുണങ്ങളാണ്. തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിക്കും. അവാമിലുകൾ ഒരുപാട് മേഖലയിൽ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. ഉച്ചനീചത്വം ഇല്ലാതാക്കും. സാമൂഹ്യ സുരക്ഷിതത്വം, അതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അത്തരം ആളുകളെയും കണ്ടെത്തി കൊടുക്കാൻ. അതുകൊണ്ട് പിരിച്ചിട്ട് ഖുദ് മിൻ അംവാലിഹിം സദഖ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുദ് മിൻ അംവാലിഹിം സദഖ. സദഖ എന്ന് പറഞ്ഞാൽ ഇവിടെ സക്കാത്ത. അവരിൽ നിന്ന് സക്കാത്ത് നിങ്ങൾ പിരിച്ചെടുക്കുക, എന്നിട്ട് നിങ്ങളത് കൊടുക്കുക. ഈ രൂപത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ലില് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവണം. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു സക്കാത്ത് സെല്ല് രൂപീകരിക്കുക. ഇവിടെ ഉണ്ട്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കണം. സക്കാത്ത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടിട്ടോ വന്നോളി എന്നല്ല, കുറച്ചുകൂടി കാര്യക്ഷമം എല്ലാ മഹല്ലുകളിലും നടത്തണം. ഇവിടെ പല പ്രദേശങ്ങളിലും അങ്ങനെ മാതൃകാപരമായ മഹല്ലുകളും മാതൃകാപരമായ സക്കാത്ത് സംവിധാനങ്ങളും ഉള്ളതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വായിച്ച് എടുക്കാൻ കഴിയുന്നുണ്ട്. അവരൊന്നാമതായി സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തണം. ഈ സക്കാത്തിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തണം. സക്കാത്തിന്റെ ചെറുത്തും പൊള്ളും മാത്രം പഠിപ്പിച്ചാൽ പോരാ, സക്കാത്തിന്റെ ചെറുത്തും പൊള്ളും പഠിപ്പിക്കണം. നമ്മുടെ റമദാനിന്റെ പ്രഭാഷണങ്ങളിൽ 1-2 സക്കാത്തുമായി ബന്ധപ്പെട്ടതാവട്ടെ. അതിന്റെ എക്സ്പെർട്ടുകൾ, അതിന്റെ ആലിമീങ്ങൾ ഉണ്ടാവും. അവരെ വിളിച്ചിട്ട് കൊടുക്കണം. മഹല്ലിൽ 1-2 ക്ലാസ്സുകൾ അങ്ങനെ നടക്കട്ടെ. ബുക്ക്ലെറ്റുകളും ലഘുലേഖകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. അത് വിതരണം ചെയ്യണം സമൂഹത്തിൽ. അത് വ്യവസ്ഥാപിതമായി ശേഖരിക്കണം. എല്ലാ ആളുകൾക്കും ആ മെസ്സേജ് കൊടുക്കണം. അത് ശേഖരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒരു സാമ്പത്തിക സർവേ നടത്താൻ ശ്രമിക്കണം ഒരു മഹല്ലിൽ. ആ സാമ്പത്തിക സർവേയിലൂടെ ദരിദ്രന്മാരുടെ ലിസ്റ്റും അവരുടെ പ്രശ്നങ്ങളും പഠിക്കാൻ കഴിയും. ചില്ലറ നാണയങ്ങൾക്ക് പകരം സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കുക. ഒരാൾക്കൊരു തൊഴിലെടുക്കാൻ കഴിയുമെങ്കിൽ ആ തൊഴിലെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരു വെട്ടിക്കടയോ അങ്ങനെ ഉണ്ടാവില്ല, ഒരു ഉന്തുവണ്ടിയോ. നമ്മളൊക്കെ ജീവിക്കുന്ന ധാരാളം ആളുകൾ അവർ പിന്നീട് അവരിൽ സക്കാത്ത് കൊടുക്കുന്നവരായി മാറും. 100 കുടുംബമുള്ള ഒരു മഹല്ലില് 50-60% ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടവരായിരിക്കും. 5, 10, 15, 20 ലക്ഷം രൂപ വരെ നമ്മൾ കൃത്യമായി ഉണ്ടാക്കിയാൽ സമാഹരിക്കാൻ കഴിയും. 20 ദരിദ്രന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ, നമ്മുടെ മഹല്ലിലുള്ളതെങ്കിൽ, ഒരു കൊല്ലം ഒരു 5 ആളെ തെരഞ്ഞെടുക്കുക. അവർക്ക് അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ തൊഴിൽ സംരംഭത്തിന് ആവശ്യമായ സംവിധാനം, നല്ലൊരു ഫണ്ട് അവർക്ക് ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുക. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേറെയും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം കൊണ്ട് ആ ആളുകളെ മുഴുവൻ നമുക്ക് ഇല്ലാതാക്കും. പിന്നെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ മുആദ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുത്തപ്പോൾ ചോദിച്ചു, എന്താ ഇത്? റസൂൽ പറഞ്ഞത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത് അവരിൽ എന്നല്ല, എന്നിട്ട് തന്നെ സക്കാത്ത് ഫണ്ട് ഇങ്ങോട്ട് എടുത്തോട്ട് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇവിടെ സക്കാത്ത് വാങ്ങുവാൻ അർഹതപ്പെട്ട ഒരു കുട്ടിയെയും ഞാൻ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് ഒരു ദിർഹം പോലും ഞാൻ കൊടുത്തയച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ, മുസ്ലിം സമൂഹത്തിൽ. നമുക്കത് ഉണ്ടാക്കാം.
നമ്മുടെ മഹല്ലിലും അതുണ്ടാക്കാം. വളരെ കൃത്യമായി, കാര്യക്ഷമമായി, വ്യവസ്ഥാപിതമായി ഒരു സംവിധാനം നമ്മുടെ മഹല്ലിൽ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയുന്ന, അതോടൊപ്പം ഇസ്ലാമിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഗൗരവത്തോടു കൂടി ചെയ്തു തീർക്കേണ്ടുന്ന ഒരു ആരാധന ചെയ്തു തീർത്ത നിർവൃതിയോടെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുമായി മസ്അലകളിൽ കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത് നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്. നിയ്യത്ത് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കേണ്ടായി. രണ്ടാമത് അത്താഴം എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തസഹറു ഫഇന്ന ഫി സുഹൂരി ബർക്ക. നിങ്ങൾ എല്ലാവരും അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നാണ്. എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് നോമ്പ് ഓർന്നാട് ഭക്ഷണം തന്നെ മതി, ഞാൻ നല്ല വെൽത്തിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നോമ്പങ്ങ് നോക്കരുത് എന്നാണ്. കുറച്ച് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴം കഴിക്കുക എന്നാണ്. ഒരു മുറുക്ക് വെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. അവരുടെ മേൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നമുള്ളത്, അതിന്റെ സമയമൊക്കെ നമുക്കറിയാലോ. ഫജ്റു സാദിഖ് വരെ എടുക്കാം, ബാങ്ക് കൊടുക്കുന്നത് വരെ എന്ന് പറയാം. കറുത്ത നൂല് വെളുത്ത നൂലുമായി ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് വരെ എന്നാണ് ഖുർആൻ അതിനെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രഭാതം പൊട്ടിവിടുന്നത് വരെ നമുക്കെടുക്കാം, അതിന് സംശയമൊന്നും വേണ്ട. പണ്ടൊക്കെ അത്താഴം കഴിക്കൽ 2 മണിക്കും 1 മണിക്കൊക്കെ ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാ. കുറച്ച് വൈകിപ്പോയാൽ കോഴി ഒന്ന് കൂടിപ്പോയി, രണ്ടാമത്തെ കോഴി പോയാൽ പിന്നെ അന്ന് അത്താഴം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ഓർക്കുകയാണ്. പക്ഷെ പ്രഭാതം വരെ നമുക്ക് കഴിക്കാം, ഇതൊന്നും യാതൊരു അലംഭാവവും സംശയമൊന്നും വേണ്ടതില്ല. എന്തായാലും അത് കഴിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വിഷയത്തിലും ബാങ്ക് കൊടുക്കുമ്പോൾ ഈത്തപ്പഴത്ത് ഇങ്ങനെ പിടിക്കണം, നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ആ ഈത്തപ്പഴം എടുത്ത് ബാങ്ക് കൊടുക്കുമ്പോ 35 ആയിക്കഴിഞ്ഞാൽ പിന്നെ സൂക്ഷ്മത, സംശയം, വസ്വാസ്, പൈശാചികത അതൊന്നും വേണ്ട. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അപ്പുറമുള്ള ദീന് വേണ്ട നമുക്ക്. റസൂൽ നമ്മെ പഠിപ്പിച്ച ദീനിതാണ് നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും എന്നാണ്. കൊണ്ട് ധൃതി കാണിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത്. ഈ പ്രാർത്ഥന, ഈ ദിക്റാണ് ഏറ്റവും സഹിയായി വന്ന ദിക്ർ. അല്ലേ, അല്ലാഹുവൊക്കെ ശ്രമിച്ചു, ഞരമ്പുകളൊക്കെ നനഞ്ഞു, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം കിട്ടിയില്ലേ. ആ സമയത്ത് ആ ദിക്റും മറ്റു പ്രാർത്ഥനകൾ നിർവഹിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തുള്ളവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അങ്ങനെ നോമ്പ് എടുക്കുന്ന, നോമ്പ് തുറക്കുന്ന, സ്വീകാര്യോഗ്യമായ നോമ്പ് നിർവഹിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുമായിട്ടാണ് നാം ഈ നോമ്പിനെ വരവേറ്റത്. അള്ളാഹുവേ, നല്ല പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ഈ നോമ്പിനെ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. പാപമോചനം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ റമദാൻ ഒരു മനുഷ്യൻ ഒരുത്തന്നെ റമദാൻ എത്തിയില്ലെങ്കിൽ പാപമോചനം തേടുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയൊരു സന്തോഷം, ഇതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. ഈ റമദാനിൽ എല്ലാ പാപങ്ങളും കഴുകാൻ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിനെ സമ്പൂർണമായി വിമലീകരിക്കുക, എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, ചെയ്തു പോയതിനൊക്കെയും അള്ളാഹുവിനോട് പാപമോചനം തേടുക. അള്ളാഹുവെ, എല്ലാം പുറത്തു തരണമേ അള്ളാഹ്, എല്ലാം മാഫാക്കി തരണമേ അള്ളാഹ്, എല്ലാം പുറത്ത് മാഫാക്കി തരണമേ അള്ളാഹ്. വിശുദ്ധരായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്.
ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ സക്കാത്തും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും എല്ലാം നീ സ്വീകരിക്കണമേ അല്ലാഹ്. അള്ളാഹുവെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, അതിന്റെ എല്ലാ ആരാധനകളിലും ശുഷ്കാന്തി കാണിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയ വിശുദ്ധിയും വിശാലതയും നൽകണമേ അല്ലാഹ്. ജീവിത വിശുദ്ധിയും വിശാലതയും നൽകണമേ അല്ലാഹ്. സാമ്പത്തിക വിശുദ്ധിയും വിശാലതയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അള്ളാഹുവെ, ഈ റമളാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. ഈ റമളാനും വിശുദ്ധ ഖുർആനും നാളെ അനുകൂലമായി ശുപാർശ ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. എല്ലാ പാപമോചനവും ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. എല്ലാ കാരുണ്യവും ശരിയണമേ അല്ലാഹ്. ഈ റമളാനിൽ നിന്റെ കാരുണ്യത്തിന്റെ വർഷം അത് ഈ മാസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ. ഞങ്ങൾക്കും നിന്റെ മഹത്തായ കാരുണ്യം ചെന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാസമാണ്. ഞങ്ങളെയും നീ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം നേടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم